ലെൻസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹായ് എവരിവൺ. ഇപ്പോൾ നമ്മൾ +1 ഫിസിക്സിലെ വർക്ക് എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലടുത്ത് പറയാൻ പോകുന്നത് വർക്ക് എനർജി തിയറം ഫോർ എ variable force. Work energy theorem for a variable force. Work energy theorem for a variable force. ഇപ്പോൾ വർക്ക് എനർജി തിയറം ഫോർ ജനറലി നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ കേസിലൊക്കെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് വർക്ക് ഡൺ. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞിരുന്നു. അതൊരു വേരിയബിൾ ഫോഴ്സിന്റെ കേസിൽ എങ്ങനെ വർക്ക് എനർജി തിയറം പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv². കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv². നമ്മൾ dk/dt കാണാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുക d/dt ഓഫ് ഹാഫ് mv² എന്ന് ലഭിക്കും. d/dt ഓഫ് ഹാഫ് mv² ഈക്വൽ ടു ഹാഫ് m ഇൻറ്റു ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുത്തു d/dt ഓഫ് v². d/dt ഓഫ് v² ഈക്വൽ ടു ഹാഫ് m ഇൻറ്റു d/dt ഓഫ് v² എന്ന് പറയുന്നത് 2v dv/dt എന്ന് ലഭിക്കും. 2v dv/dt. ഇത് ചെയിൻ റൂൾ എന്ന് പറയും. d/dt ഓഫ് v² കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെയിൻ റൂള്. അതായത് d/dt ഓഫ് v² എന്തായിട്ട് എഴുതാം? d/dv ഓഫ് v² ഇൻറ്റു dv/dt എന്ന് എഴുതാം. ഇത് ഡിഫറൻഷിയേഷനിലെ ഒരു റൂളാണിത്. ചെയിൻ റൂൾ എന്ന് പറയും. d/dt ഓഫ് v² എന്നുള്ളത് dv²/dv ഇൻറ്റു dv/dt എന്ന് എഴുതാം. ഡിഫറൻഷിയേഷന്റെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ലഭിക്കും ഹാഫ് m ഇൻറ്റു 2v ഇൻറ്റു dv/dt എന്ന് പറയുന്നത് ആക്സിലറേഷൻ a, dv/dt എന്ന് പറയുന്നത് a. അപ്പോൾ നമുക്ക് ലഭിക്കും 2 ക്യാൻസൽസ് ഓഫ് MAV. MA എന്ന് പറയുന്നത് F ഇൻറ്റു V. MA എന്ന് പറയുന്നത് F ഇൻറ്റു V, അല്ലെങ്കിൽ V എന്നുള്ള എന്താണ് dx/dt. V ഈക്വൽ ടു dx/dt. അപ്പോൾ F dx/dt എന്ന് ലഭിച്ചു. അതായത് ഇപ്പം നമുക്ക് ലഭിച്ചത് dk/dt ഈക്വൽ ടു F dx/dt എന്ന് ലഭിച്ചു. അത് എഴുതുന്നു ഇവിടെ. dk/dt ഈക്വൽ ടു F dx/dt. അപ്പോൾ ഈ രണ്ട് തരത്തിലും dt എന്നുള്ള ഒഴിവാക്കിയാൽ dk ഈക്വൽ ടു F dx. അപ്പോൾ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രൽ ഫ്രം Ki ടു Kf. കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്ന് പറയുന്നത് Ki. കൈനറ്റിക് എനർജി ഫൈനൽ എന്ന് പറയുന്നത് Kf. അതുപോലെ dx ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് xi, ഫൈനൽ എന്നുള്ളത് fx. അപ്പോൾ ഇന്റഗ്രൽ dk ഫ്രം Ki ടു Kf. അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ xi ടു xf. അപ്പോൾ ഇത് ലഭിക്കും k എന്ന് ലഭിക്കും. k ഫ്രം Ki ടു Kf ഈക്വൽ ടു f പുറത്തെടുക്കുക. ഇവിടെ f കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇന്റഗ്രൽ xi ടു xf f dx എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ xi ടു xf f dx എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഫ്രം xi ടു xf f dx. f of x dx അല്ലെങ്കിൽ f dx. ഈ f എന്നുള്ള വേരിയബിൾ ഫോഴ്സ് ആണ്. അപ്പോൾ അത് വർക്ക് ഡൺ. ഇത് ഇന്റഗ്രൽ dk എന്ന് പറയുന്നത് k എന്ന് ലഭിക്കും. Ki ടു Kf. അപ്പോൾ നമുക്ക് ലഭിക്കും Kf മൈനസ് Ki ഈക്വൽ ടു W. Kf മൈനസ് Ki ഈക്വൽ ടു W എന്ന് ലഭിച്ചു. അപ്പോൾ അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ്
വർക്ക് ഡൺ. അപ്പോൾ ഈ വേരിയബിൾ ഫോഴ്സിന്റെ കേസിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? വർക്ക് എനർജി തിയറം പ്രൂവ് ചെയ്തു. വേരിയബിൾ ഫോഴ്സിന്റെ കേസിലും നമ്മൾ വർക്ക് എനർജി തിയറം പ്രൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ തുടങ്ങിയതെന്ന് വെച്ചാൽ K = ½ mv² എന്ന് വെച്ചിട്ടായിരുന്നു. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് dk ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ dk = f dx എന്ന് ലഭിക്കും. എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഈ രൂപത്തിൽ വർക്ക് എനർജി തിയറം പ്രൂവ് ചെയ്യാൻ പറ്റും. വർക്ക് എനർജി തിയറം ഫോർ എ വേരിയബിൾ ഫോഴ്സ് എന്നുള്ള ഈ രൂപത്തിലാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.